ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല പറഞ്ഞിരുന്നു അല്ലേ. അതിന് നമുക്ക് ഈക്വൽ സ്പേസിംഗ് ആണെന്നുണ്ടെങ്കിൽ എക്സ് നോട്ടും നമുക്ക് തന്നിട്ടുള്ള നോട്ട്സ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ സ്പേസിംഗ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ ആ ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് പോളിനോമിയലിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ. എങ്ങനെയായിരുന്നു അത്? പി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി എൻ ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് അല്ലേ. എക്സിന് നമ്മൾ എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് എന്ന് കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിന് നമ്മളെങ്ങനെ എഴുതിയിരുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഫസ്റ്റ് ടേം എസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ അല്ലേ. രണ്ടാമത്തേത് എന്തായിരുന്നു? എസ് ഇൻറ്റു എസ് മൈനസ് വൺ ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു അല്ലേ, പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് ടേം എന്തായിരുന്നു? എസ് മൈനസ് എൻ പ്ലസ് വൺ, അതായത് എസ് മൈനസ് എൻ മൈനസ് വൺ എന്നാണ് വന്നിരുന്നത് അല്ലേ. അതായത് എസ് മൈനസ് ആ മൈനസ് നമ്മളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ പ്ലസ് വൺ എച്ച് റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സെട്രാ എക്സ് എൻ ഇങ്ങനെയാണ് അല്ലേ. ഇതിനെ നമ്മൾ സിഗ്മ നൊട്ടേഷനിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്തിരുന്നു? ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് സിഗ്മ കെ വാരീസ് ഫ്രം 1 to n, കെ ഈക്വൽ ടു 1 to n. എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? എസ് സി കെ അല്ലേ, എസ് സി കെ ഇൻറ്റു കെ ഫാക്ടോറിയൽ ഇൻറ്റു എച്ച് റേസ് ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സെട്രാ എക്സ് കെ അല്ലേ. ഇങ്ങനെയായിരുന്നു നമ്മൾ പി എൻ ഓഫ് എക്സിനെ ന്യൂട്ടൺസ് ഡിവൈഡഡ് ഫോർമുല പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഫോർമുല ഇത് തന്നെയാണ് എന്ത്? ന്യൂട്ടൺ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല. അതായത് ഒരു വ്യത്യാസം വരുന്നില്ല. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നോട്ട്സ്, നമുക്ക് തന്നിട്ടുള്ള നോട്ട്സ് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചൂസ് ചെയ്യുക. അതായത് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ. ഇനി ബാക്ക്വേർഡ് പറയുന്നുണ്ട്. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള നോട്ട്സ് നമ്മൾ തിരിച്ച് ചൂസ് ചെയ്യണം. അതായത് എക്സ് എൻ ആദ്യം എടുക്കുക, ദെൻ എക്സ് എൻ മൈനസ് വൺ എടുക്കുക, എക്സ് എൻ മൈനസ് ടു എടുക്കുക എക്സെട്രാ. ലാസ്റ്റത്തെ ആയിരിക്കും എക്സ് നോട്ട് വരുന്നത്. ബാക്ക്വേർഡ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുക. ഫോർവേഡ് എന്ന് പറയുമ്പോൾ എക്സ് നോട്ട് എക്സ് വൺ എക്സെട്രാ എക്സ് എൻ. അപ്പോൾ നമ്മൾ ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല എഴുതിയില്ലേ, അതിൽ നമ്മൾ എന്താ എടുക്കുന്നത്? ഫസ്റ്റ് എക്സ് നോട്ടിനുള്ള വാല്യൂ ആണ്, പിന്നെ എക്സ് നോട്ട് എക്സ് വൺ അല്ലേ, എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു അങ്ങനെ തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും എന്താണ്? ഇത് സെയിം ആണ് അല്ലേ. ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്നും ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല പറഞ്ഞാൽ രണ്ടും എന്താണ്? സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയും ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുലയും ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി കേട്ടോ. ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ തന്നെ നമുക്ക് മാറ്റിയിട്ട് ഇതിനെ ഡെൽ ഓപ്പറേറ്ററിൽ കൊണ്ടുവരാം. അതായത് ഈ എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ ഇതിനൊക്കെ നമുക്ക് ഡെൽ ഓപ്പറേറ്ററിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു ചേഞ്ചിലും ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. അത് മാറ്റിയിട്ട് നമുക്ക് എഴുതി വെക്കാം. പക്ഷേ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ടേംസ് ഡെൽ ഓപ്പറേറ്ററായിട്ട് ഫോർവേഡ് ഡെൽ ഓപ്പറേറ്റർ ഉണ്ട്, ബാക്ക്വേർഡ് ഡെൽ ഓപ്പറേറ്റർ ഉണ്ട്. ഫോർവേഡ് ഡെൽ ഓപ്പറേറ്റർ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഡെൽ പി എൻ ഇസ് ഈക്വൽ ടു പി എൻ പ്ലസ് വൺ മൈനസ് പി എൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത് കേട്ടോ. അപ്പോൾ പി എൻ ഡെൽ പി എൻ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽ എഫ് ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് എൻ അല്ലേ. ഞാൻ പി എന്നുള്ളൊരു വേരിയബിൾ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോർവേഡിലെ ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഓരോ ടേമിനും മാറ്റാം അല്ലേ. അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ ഉണ്ട്, എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ഉണ്ട് എക്സെട്രാ, എഫ് ഓഫ് എക്സ് നോട്ട് എക്സെട്രാ എക്സ് എൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സെയിം ഈ ഇക്വേഷൻ തന്നെയാണ് നിങ്ങൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയിൽ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കിതിനെ മാറ്റിയിട്ട് ഡെൽ ഓപ്പറേറ്ററിൻ്റെ രീതിയിലും കൂടെ എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ അതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എക്സ് ടു എക്സ് വൺ മൈനസ് എക്സ് നോട്ട് അല്ലേ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് വൺ മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു എക്സ് വണ്ണും എക്സ് ടുവും അതുപോലെ തന്നെ എക്സ് വൺ എക്സ് നോട്ട് ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എടുത്തുള്ളത്? എച്ച് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് താഴെ ഈ ഡിനോമിനേറ്ററിൽ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് വൺ മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 h ഇൻറ്റു ഡിനോമിനേറ്ററിൽ എച്ച് ആണ് വരുന്നത് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും, എക്സ് നോട്ട് എന്ന് വരും അല്ലേ, ഈക്വൽ ടു 1 h ഇൻറ്റു ഇവിടെ നമുക്ക് ഡെൽ ഓപ്പറേറ്റർ കൊടുത്തൂടെ. നോക്കാം, ഡെൽ പി എന്ന് പറഞ്ഞാൽ പി എൻ പ്ലസ് വൺ മൈനസ് പി എൻ ആണ്. അപ്പോൾ ഡെൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് അല്ലേ വരുന്നത് അല്ലേ. ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും വരുന്നത്? ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് ഡെൽ
പി എന്ന് പറഞ്ഞാൽ പി എൻ പ്ലസ് വൺ മൈനസ് പി എൻ ആണ്. അപ്പോൾ ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? എഫ് ഓഫ് എക്സ് വൺ അല്ലെ, അതിനേക്കാളും ഒരു വാല്യൂ കൂടുതൽ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്, ഇങ്ങനെയല്ലേ വരുന്നത്? അതാണ് നമ്മൾ എഫ് ഓഫ് എക്സ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ പ്ലേസിൽ എന്ത് കൊടുത്തിട്ടുള്ളത്? ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വരുന്ന ഈ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ 1/h ഇൻറ്റു അല്ലെ, നമുക്ക് കിട്ടിയ എന്താണ്? 1/h ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 1/f ഓഫ് എക്സ് ഇൻറ്റു അല്ലെ 1/h ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇനി രണ്ടാമത്തത് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു, ഇതിനെ എങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും? ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെയാണ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടുവിൻ്റെ ഇക്വേഷൻ വരുന്നത്? എഫ് ഓഫ് അല്ലേ എക്സ് വൺ എക്സ് ടു, ആദ്യം ഇത് തമ്മിലുള്ള ഡിഫറൻസ്, എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ അല്ലെ, എക്സ് നോട്ട് എക്സ് വൺ ഡിവൈഡഡ് ബൈ ഇതിലെ വലിയ വാല്യൂ തന്നെ എക്സ് ടു മൈനസ് നോട്ട് എന്ന്. ഓക്കെ, എക്സ് ടു മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എക്സ് നോട്ടും എക്സ് വണ്ണും എക്സ് ടു അല്ലേ. അപ്പോൾ എക്സ് ടു മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2h ആണ് വരിക അല്ലേ, ഒരു എച്ച് കഴിഞ്ഞ് 2 അല്ലേ, 2h എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു 1/2h ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ടാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എന്താ വരിക? 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് വൺ ആയിരിക്കും വരുന്നത് അല്ലേ. അതുപോലെ എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്തായാലും 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഇവിടെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എന്ത് വരും? 1/2h ഇൻറ്റു അല്ലേ 1/2h ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു, അതിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് വൺ മൈനസ് ഇതെന്താ വരുന്നത്? നമുക്ക് കിട്ടിയിട്ടുണ്ട് 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട് അല്ലേ, ദാറ്റ് ഈസ് 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ടാണ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 1/h രണ്ടിലും കോമൺ ആണ്, അതിന് ഔട്ട് സൈഡ് എടുക്കുക അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/2h ഇൻറ്റു 1/h എന്ന് പറഞ്ഞാൽ 2h സ്ക്വയർ എന്ന് അല്ലേ, ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് വൺ മൈനസ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട്. നമുക്കിതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു 1/2h സ്ക്വയർ ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് വൺ മൈനസ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് എന്താ വരിക? നമുക്കറിയാം അല്ലേ, ഡെൽ പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ പ്ലസ് വൺ മൈനസ് പി എൻ ആണ്. അപ്പോൾ ഇവിടെ ഡെൽ പി എന്നിൻ്റെ പ്ലേസിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഡെൽ എഫ് ഓഫ് എക്സ് വൺ മൈനസ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ടാണ് അല്ലേ. പി എൻ പ്ലസ് വണ്ണിൻ്റെ പകരം ഡെൽ എഫ് ഓഫ് എക്സ് വൺ ആണ്, ആൻഡ് പി എന്നിൻ്റെ പ്ലേസിൽ ഡെൽ എഫ് ഓഫ് എക്സ് നോട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഡെൽ രണ്ട് ഡെൽ വരില്ലേ, ഡെൽ എന്താ വരിക? എഫ് ഓഫ് എക്സ് നോട്ട് അല്ലേ, എങ്ങനെയല്ലേ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽ സ്ക്വയർ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽ സ്ക്വയർ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടാമത്തതും കിട്ടി അല്ലേ, അതായത് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് എന്താ കിട്ടിയത്? ഇപ്പോൾ 1/2h സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ എഫ് ഓഫ് എക്സ് നോട്ട്, അതായത് ഡെൽ ഓപ്പറേറ്ററിൽ അതിനെയും കിട്ടി. ഫസ്റ്റത്തിന് നമുക്ക് കിട്ടി, ഫസ്റ്റത്തെ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറയുന്നത് 1/h ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് നോട്ടാണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് അല്ലേ, അതായത് തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് അലോങ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? 1/3 ഫാക്ടോറിയൽ ഇൻറ്റു എച്ച് ക്യൂബ് ഡെൽറ്റ ക്യൂബ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് വരും. ഫാക്ടോറിയൽ ആണ് വരിക കേട്ടോ. ഇത് 1/2 ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ കെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് കെ എന്ന് പറയുന്നത് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/k ഫാക്ടോറിയൽ ഇൻറ്റു 1/h റേസ് ടു കെ അല്ലേ, അല്ലെങ്കിൽ 1/k ഫാക്ടോറിയൽ ഇൻറ്റു h റേസ് ടു കെ ഡെൽ റേസ് ടു കെ എഫ് ഓഫ് എക്സ് നോട്ട്, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിനെ റീപ്ലേസ് ചെയ്തിട്ട് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? അപ്പോൾ നമ്മൾ തുടങ്ങിയത് പി എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്നായിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു പി എൻ ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ അല്ലേ, പ്ലസ് എസ് ഇൻറ്റു എസ് മൈനസ് വൺ ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് എങ്ങനെയായിരുന്നു? എസ് ഇൻറ്റു എസ് മൈനസ് വൺ എക്സെട്ര എസ് മൈനസ് എൻ പ്ലസ് വൺ ഇൻറ്റു എച്ച് റേസ് ടു എൻ എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ അല്ലേ, എക്സ് നോട്ട് എക്സെട്ര എക്സ് എൻ ഇങ്ങനെയായിരുന്നു.
വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് ഇൻറ്റു അല്ലേ എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വണ്ണിൻ്റെ പകരം എന്ത് കിട്ടി 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് അല്ലേ പ്ലസ് എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടുവിൻ്റെ പ്ലേസിൽ ഇപ്പോൾ എന്ത് കിട്ടി ഡെൽറ്റ സ്ക്വയർ 1/2h സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടിയില്ലേ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് അപ്പോൾ എന്തായിരിക്കും വരിക എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എക്സെട്ര എസ് മൈനസ് എൻ പ്ലസ് 1 ഇൻറ്റു അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത് എച്ച് റേസ് ടു എൻ ഉണ്ട് എഫ് ഓഫ് എക്സ് നോട്ട് എക്സെട്ര എക്സ് എന്നിൻ്റെ പ്ലേസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 1/n ഫാക്ടോറിയൽ ഇൻറ്റു എച്ച് റേസ് ടു എൻ അല്ലേ ഡെൽറ്റ റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ സമ്മേഷൻ രൂപത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n ഓക്കെ കെ ഈക്വൽ ടു 1 to n എസ് സി കെ കാരണം ഇത്രയും ടേം എസ് മൈനസ് 1 എസ് മൈനസ് 1 എസ് മൈനസ് എൻ പ്ലസ് 1 എന്നുള്ളതിനെ നമ്മൾ എസ് സി എൻ എഴുതിയിരുന്നില്ല അതായത് എസ് സി കെ എന്ന് എഴുതാം നമുക്കിവിടെ കെ ആണ് നമ്മൾ കൊടുക്കുന്നത് ദാറ്റ് ഈസ് എസ് സി കെ ഇൻറ്റു ഡെൽറ്റ റേസ് ടു കെ ദാറ്റ് ഈസ് ഡെൽറ്റ പിന്നെ എന്താ വരുന്നത് ഡെൽറ്റ റേസ് ടു കെയും ഉണ്ട് എഫ് ഓഫ് എക്സ് നോട്ടും ഉണ്ട് അല്ലേ എഫ് ഓഫ് എക്സ് നോട്ട് അപ്പോൾ ഇതായിരിക്കും എന്ത് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല കേട്ടോ ഇതാണ് ശരിക്ക് ന്യൂട്ടൺ ഡെൽ ഓപ്പറേറ്ററിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് മറ്റേത് ന്യൂട്ടൺസ് തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രോബ്ലം യൂസ് ചെയ്യാൻ ഈ ഡെൽറ്റ ഇല്ലാത്ത മറ്റേ സാധാരണ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇതാണ് കേട്ടോ ഈ ഇക്വേഷനാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെക്ക് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് എസ് എച്ച് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇതിന് ഡെൽ ഓപ്പറേറ്ററിൽ ആക്കിയിട്ട് എഴുതിയിട്ടുള്ള ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയാണിത് ഓക്കെ അതുപോലെ ഇനി നമുക്ക് ബാക്ക്വേർഡ് എഴുതാം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബാക്ക്വേർഡ് ഡിഫറൻസ് ആണ് അല്ലേ ബാക്ക്വേർഡ് ഡിഫറൻസിൽ നമ്മൾ സാധാരണ നോട്ട്സ് ചൂസ് ചെയ്യാറുള്ളത് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആണ് അല്ലേ പക്ഷേ ബാക്ക്വേർഡിലാകുമ്പോൾ തിരിച്ചല്ലേ ബാക്കിലേക്ക് ഇങ്ങോട്ട് എടുക്കുക അതായത് എക്സ് എൻ ഫസ്റ്റ് കൊടുക്കുക ദെൻ എക്സ് എൻ മൈനസ് 1 എക്സെട്ര എക്സ് നോട്ട് ലാസ്റ്റ് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ബാക്ക്വേർഡിൽ നോട്ട്സ് ചൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം പി എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് എങ്ങനെ എഴുതിയിരുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് അല്ലേ നോട്ട്സ് എക്സ് നോട്ടും എക്സ് വൺ എക്സെട്ര എക്സ് എൻ ആവുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് അല്ലേ എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് എങ്ങനെ വരുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എക്സെട്ര എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1 അല്ലേ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ബാക്ക്വേർഡിലേക്ക് ചേഞ്ച് വരുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത് പി എൻ ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ഇപ്പോൾ എന്തായിട്ടാണ് മാറുള്ളത് എക്സ് എൻ ആയിട്ട് അല്ലേ അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എന്തായിട്ട് മാറും എക്സ് എൻ മൈനസ് 1 എക്സ് മൈനസ് എക്സ് എൻ എക്സ് നോട്ടിന് പ്ലേസിൽ എക്സ് എൻ പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൻ മൈനസ് 1 എക്സ് എൻ മൈനസ് 2 നമ്മൾ ബാക്കിലോട്ടാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ ഇവിടെ എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു പറഞ്ഞപ്പോൾ ഇവിടെ ബാക്കിലോട്ട് പോവുക അതായത് എക്സ് എൻ മൈനസ് 1 എക്സ് എൻ മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് എൻ ഇൻറ്റു എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1 വരും പ്ലസ് എക്സെട്ര പ്ലസ് ഇപ്പോൾ ലാസ്റ്റ് ടേം എന്തായിരിക്കും വരിക എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 എക്സെട്ര എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് എൻ എക്സെട്ര എക്സ് മൈനസ് എക്സ് 1 വരും ഓക്കെ ഇങ്ങനെ ഇത്രയും ക്ലിയർ ആയോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ കംപ്ലീറ്റ് ഈക്വൽ സ്പേസിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് മൈനസ് എക്സ് എന്നിനെ ചേഞ്ച് ചെയ്യണം അല്ലേ അതായത് എച്ച് എന്നുള്ള രീതിയിൽ കൊണ്ടുവരണം ഇവിടെയും ഒക്കെ ചേഞ്ച് വരുത്തണം അല്ലേ അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഫോർവേഡിൽ ചെയ്തിരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് ആയിരുന്നു അല്ലേ അപ്പോൾ ബാക്ക്വേർഡിൽ നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടി വരും എക്സ് നോട്ടിൻ്റെ പ്ലേസിൽ എക്സ് എൻ പ്ലസ് എസ് എച്ച് എന്ന് കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഇവിടെ ഫോർവേഡിൽ പിന്നെ നമ്മൾ എക്സ് മൈനസ് എക്സ് ഐ എന്നുള്ളൊരു ഡിഫറൻസ് കണ്ടിരുന്നു എന്തായാലും നമുക്ക് കിട്ടിയത് എസ് മൈനസ് ഐ ഇൻറ്റു എച്ച് എന്നായിരുന്നു അല്ലേ അതായത് ഇവിടെ നമ്മൾ ഫസ്റ്റ് എക്സ് മൈനസ് എക്സ് നോട്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് എസ് എച്ച് എന്ന് കിട്ടിയിരുന്നു അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും എക്സ് മൈനസ് എക്സ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും എക്സ് മൈനസ് എക്സ് ഐ ഈസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ മൈനസ് ഐ ഇൻറ്റു എച്ച് ആയിരിക്കും വരുന്നത് അത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി അതായത് ഈക്വൽ സ്പേസിങ് ആകുമ്പോൾ എക്സ് എൻ ഇവിടെ എക്സ് എൻ മൈനസ് 1 ഇവിടെ അല്ലേ എക്സ് എൻ മൈനസ് 2 ഇവിടെ അപ്പോൾ ഇവിടെ എച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എക്സ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് എൻ പ്ലസ് എച്ച് ആയിരിക്കും വരുന്നത് അല്ലേ അതുപോലെ 2h ആയിരിക്കും വരുന്നത് അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കി അതുപോലെ കിട്ടും അപ്പോൾ ഇവിടെ തന്നെ നിങ്ങളിത് നോക്കും എക്സ് മൈനസ് ഇവിടെ ഐൻ്റെ പ്ലേസിൽ എൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക എക്സ് മൈനസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എസ് പ്ലസ്
എൻ മൈനസ് എന്ന് വരും, ദാറ്റ് ഈസ് എസ് എന്ന് വരും, എസ് എച്ച്. അതിനല്ലേ ഇവിടെ വന്നത് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എസ് എച്ച് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറലി നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എക്സ് മൈനസ് എക്സ് എന്നിൻ്റെ പ്ലേസിൽ എന്ത് എഴുതും, എക്സ് മൈനസ് എക്സ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ മൈനസ് എൻ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എച്ച് എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ പകരം നമുക്ക് എന്ത് കൊടുക്കാം, എസ് എച്ച് എന്ന് കൊടുക്കാം. അതുപോലെ ഇതിനെല്ലാത്തിനെയും മാറ്റുക. എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എസ് എച്ച് ആയിരിക്കും വരുന്നത്. എക്സ് മൈനസ് എക്സ് എൻ മൈനസ് വൺ ഇവിടെ കൊടുക്കുക. എക്സ് മൈനസ് എക്സ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച് എന്ന് വരില്ലേ. അപ്പോൾ അവിടെ മറ്റൊരു ഇക്വേഷൻ കിട്ടും, അത് ഇവിടെ കൊടുക്കുക. അങ്ങനെ നമ്മളിതിനെ കംപ്ലീറ്റ് ആയിട്ട് എച്ച് എന്നുള്ളതിലേക്ക് ചേഞ്ച് വരുത്തിയതിന് ശേഷം ആ കിട്ടുന്നതാണ് ബാക്ക്വേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് ഇതിലും നമ്മൾ ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെ ബാക്ക്വേർഡ് ഡെൽ ഓപ്പറേറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെബുല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിനെ ചേഞ്ച് ചെയ്തിട്ട് വരുന്നത് എഴുതാം. കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നില്ല, ഫോർമുല എഴുതാണ് കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു പി എൻ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആയിരുന്നില്ല. അതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എസ് എച്ച് പ്ലസ് അതുപോലെ എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ മൈനസ് ടു ഇൻറ്റു എസ് എച്ച് ഇൻറ്റു ഇവിടെ എസ് എച്ചാണ് കിട്ടിയിരുന്നത്. ഇതിന് നമുക്ക് കിട്ടുക, അതായത് എക്സ് മൈനസ് എക്സ് എൻ മൈനസ് വൺ നമ്മളിവിടെ ചെക്ക് ചെയ്തിരുന്നു അല്ലേ. എന്തായിരുന്നു ഇത് വരിക നോക്ക്, ഇവിടെ എന്നുണ്ട് മൈനസ് എന്നുണ്ട്, അത് ക്യാൻസൽ ചെയ്യും. ഇവിടെ പ്ലസ് വണ്ണും അല്ലേ, ദാറ്റ് ഈസ് എസ് പ്ലസ് വൺ ഇൻറ്റു എച്ച് എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു എസ് എച്ച് ഉണ്ട്, ഇവിടെ എസ് പ്ലസ് വൺ ഇൻറ്റു എച്ച് ഉണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം, ദാറ്റ് ഈസ് എസ് ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് വൺ എഴുതാം. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് ഞാൻ എല്ലാതും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ടേം എന്തായിരിക്കും വരുന്നത്, എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ എക്സെട്ര എക്സ് നോട്ട് ഇൻറ്റു ഫസ്റ്റത്തത് എസ് എച്ച്, പിന്നെ എസ് എച്ച് സ്ക്വയർ ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എച്ച് സ്ക്വയർ, എസ് പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര എസ് പ്ലസ് എൻ മൈനസ് വൺ വരും അല്ലേ. എസ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു റേസ് ടു എൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെക്ക് ചെയ്യുന്നത് അല്ലേ. ഇനി ഇതിൽ തന്നെ ഡെൽ ഓപ്പറേറ്റർ കൊടുക്കുക, അതായത് എഫ് ഓഫ് എക്സ് എൻ മൈനസ് വണ്ണിൻ്റെ പ്ലേസിൽ നമുക്ക് ഡെൽ ഓപ്പറേറ്റർ കൊടുക്കുക, ഇവിടെ കൊടുക്കുക അല്ലേ. അങ്ങനെ മാറ്റിയിട്ട് ഇതിനെ കംപ്ലീറ്റ് ഡെൽ ഓപ്പറേറ്റർ. ഇപ്പോൾ ബാക്ക്വേർഡ് ഡെൽ ഓപ്പറേറ്ററിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ. ഇതിനെ നമ്മൾ നെബുല എന്നും കൂടെ പറയും. എന്താണ് നെബുല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എഴുതുന്നത് നെബുല പി എൻ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് വൺ ആണ്, വേർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. ഓക്കെ, നെബുല പി എൻ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് വൺ. നമ്മൾ ഫോർവേഡിൽ പി എൻ എന്തായിരുന്നു എഴുതുന്നത്, പി എൻ പ്ലസ് വൺ മൈനസ് പി എൻ ആയിരുന്നു. ബാക്ക്വേർഡിലാകുമ്പോൾ നെബുല പി എൻ ഇസ് ഈക്വൽ ടു പി എൻ മൈനസ് വൺ. അപ്പോൾ നമുക്കിതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ആണ് അല്ലേ. എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും വരുന്നത്, എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മുടെ ഡിവൈഡഡ് ഡിഫറൻസ് ആണ്. ഏത് ഡിവൈഡഡ് ഡിഫറൻസ് ആണ് ഇത് വരുന്നത്, ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് അലോങ് എക്സ് എൻ ആൻഡ് എക്സ് എൻ മൈനസ് വൺ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് എൻ മൈനസ് വൺ എഴുതാം അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, എക്സ് എൻ മൈനസ് വൺ എന്താണ്, എച്ച് ആണ് അല്ലേ. അത് നമ്മൾ പറഞ്ഞു ബാക്ക്വേർഡിലായാലും ഫോർവേഡിലായാലും ഇവിടെ എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ മൈനസ് ടു ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ എടുക്കുന്നത്, ഈക്വൽ സ്പേസിങ് തന്നെയാണ്. അപ്പോൾ ഈ താഴെയുള്ളത് എന്താ വരുന്നത്, 1/h തന്നെയാണ്. എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ഈ ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, എഫ് ഓഫ് എക്സ് എൻ, ഇത് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഡെൽ പി എൻ അല്ലേ. അപ്പോൾ ഡെൽ എന്താ വരിക, ഡെൽ എഫ് ഓഫ് എക്സ് എൻ അല്ലേ, ഡെൽ എഫ് ഓഫ് എക്സ് വൺ. ഇത് നെബുലാന്ന് റീഡ് ചെയ്യൂ കേട്ടോ, ഡെൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ പ്ലേസിൽ അല്ലേ. ഇപ്പോൾ ഈ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ഉള്ളതിന് പകരം എന്ത് കിട്ടി, ഇപ്പോൾ നമുക്ക് 1/h ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യാം, ഇതിനെ ചേഞ്ച് ചെയ്യുക അല്ലേ. ഇതെന്താ വരിക, ഓഫ് എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ മൈനസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് അല്ലേ. ഇവിടെ എക്സ് എൻ ബാക്ക്വേർഡ് ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇത് തമ്മിൽ എടുക്കുക കേട്ടോ, എന്നിട്ട് മൈനസ് ഇത് തമ്മിൽ ചെയ്യുക. അപ്പോൾ എന്ത് വരും, എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ മൈനസ് ടു ഇങ്ങനെയാണ് വരിക, ഡിവൈഡഡ് ബൈ എക്സ് എൻ മൈനസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എച്ചും ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിരുന്നു. എക്സ് എന്നും എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ മൈനസ് ടു ഇങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എച്ച് ആണ്. അപ്പോൾ എക്സ് എൻ മൈനസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, എക്സ് എൻ പ്ലസ് ഇത് 2h ആണല്ലേ, ഇങ്ങോട്ട് 2h വരും. അതായത്
എക്സ് എൻ മൈനസ് ടു പറഞ്ഞാൽ 2h ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് 1/2h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 എക്സ് എൻ മൈനസ് 2 എന്ന് വരും. ഈക്വൽ ടു 1/2h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് എൻ ആണ്. 1/h ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് എൻ ആണ്. മൈനസ് അപ്പോൾ ഇതെന്തായിരിക്കും വരിക? 1/h ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 ആയിരിക്കും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1/2h ഇൻറ്റു ഇവിടെ 1/h രണ്ടിലും കോമൺ ആണ്, അതിന് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് വരും? ഇൻറ്റു 1/h എന്നല്ല, ഇൻറ്റു 1/h ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് എൻ മൈനസ് ഡെൽ എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2h സ്ക്വയർ ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് എൻ മൈനസ് ഡെൽ എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഡെൽ സ്ക്വയർ അല്ലേ, ഡെൽ ഇൻറ്റു ഡെൽ ഓഫ് എഫ് ഓഫ് എക്സ് എൻ വരിക. അപ്പോൾ ഡെൽ സ്ക്വയർ എഫ് ഓഫ് എക്സ് എൻ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇതിന് പകരം എന്ത് എഴുതാൻ പറ്റും ഇപ്പോൾ ഇവിടെ അല്ലേ? ഇതെന്താണെന്ന് അപ്പോൾ കിട്ടിയത്? 1/2h സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ എഫ് ഓഫ് എക്സ് എൻ കിട്ടി അല്ലേ? 1/2h സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ എഫ് ഓഫ് എക്സ് എൻ. അതുപോലെ മൂന്നാമത്തത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ എണ്ണാമത്തതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് 1ൻ്റെ പ്ലേസിൽ ഞാൻ എന്ത് എഴുതി? 1/h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് എൻ നമുക്ക് കിട്ടിയ വാല്യൂ കൊടുത്തു, ഇൻറ്റു SH ഉണ്ട് അല്ലേ? പ്ലസ് 1/2 ഫാക്ടോറിയൽ എന്ന് കൊടുക്കട്ടെ. 2 ഫാക്ടോറിയൽ എടുത്ത് 3 ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നത്. 1/2 ഫാക്ടോറിയൽ ഇൻറ്റു h സ്ക്വയർ ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് എൻ ഇൻറ്റു ഇവിടെ എന്തുണ്ട്? SH സ്ക്വയർ S+1 ഉണ്ട് പ്ലസ് എക്സെട്രാ പ്ലസ് അങ്ങനെ ലാസ്റ്റ് ടൈം എല്ലാത്തിലും അത് കൊടുത്തു അല്ലേ? അങ്ങനെ നമ്മൾ ആ വാല്യൂ എല്ലാത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ h നമുക്ക് ക്യാൻസൽ ചെയ്യുക അല്ലേ? ഇവിടെയുള്ള എച്ചും ക്യാൻസൽ ചെയ്യുക. അതുപോലെ തന്നെ h സ്ക്വയർ ക്യാൻസൽ ചെയ്യുക. h⁻n ക്യാൻസൽ ചെയ്യുക അല്ലേ? ലാസ്റ്റ് അപ്പോൾ എന്തായിരിക്കും വരുന്നത്? പി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് എൻ പ്ലസ് അല്ലേ ഇൻറ്റു എസ് ഉണ്ട് കേട്ടോ. ഇവിടെ എസ് ഉണ്ട്, എസ്സിനൊന്നും സംഭവിച്ചിട്ടില്ല. എസ് ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് എൻ പ്ലസ് ഇവിടെ എന്തുണ്ട്? എസ് ഇൻറ്റു S+1 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് എൻ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഉണ്ട്. ഇവിടെ ഇവിടെ S+1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ പ്ലസ് അങ്ങനെയാണ് ലാസ്റ്റ് എന്താ വരിക? എസ് ഇൻറ്റു S+1 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു S+n-1 ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ റേസ് ടു n എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് വരും അല്ലേ? ഡെൽറ്റ റേസ് ടു n എഫ് ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാവുന്ന കാര്യമാണ് ബൈനോമിയൽ എക്സ്പാൻഷനിലേക്ക് ഇതിനൊന്നും കൂടെ മാറ്റി എഴുതാൻ പറ്റുമെന്നുള്ളത് അല്ലേ? അതായത് ഇത് ഓരോ ടേമിനും നമുക്ക് ബൈനോമിയൽ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. -SCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? -S അല്ലേ? -SCK എന്ന് പറഞ്ഞാൽ -S -S-1 എക്സെട്രാ -S-K -1 എന്ന് പറഞ്ഞാൽ K+1 വരും അല്ലേ? -K+1 ഡിവൈഡഡ് ബൈ K ഫാക്ടോറിയൽ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഇതൊന്നും എല്ലാത്തിനും ഞാനൊരു മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? -1 ഓൾ റേസ് ടു K ഇൻറ്റു S ഇൻറ്റു S+1 എക്സെട്രാ S+K-1 ഡിവൈഡഡ് ബൈ K ഫാക്ടോറിയലിന് എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് -SCK ജസ്റ്റ് നമുക്ക് -S-1 അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇന്നൊരു മൈനസ് ഔട്ട് സൈഡ് എടുത്ത് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടെ നോക്ക്, ഫസ്റ്റ് ഈ എഫ് ഓഫ് എക്സ് എൻ അതുപോലെ തന്നെ എഴുതാം. എസിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? അപ്പോൾ -1 ഓൾ റേസ് ടു 1 -SC1 അല്ലേ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? -1 ഓൾ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ഇൻറ്റു -SC1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? -S. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? S എന്ന് വരിക. അപ്പോൾ ഈ എസിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? -1 ഓൾ റേസ് ടു 1 ഇൻറ്റു -SC1. അങ്ങനെ നമ്മളിതിന് ഓരോന്നിനും മാറ്റുകയാണ്. S ഇൻറ്റു S+1 ബൈ 2 ഫാക്ടോറിയലിന് പകരം അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? S ഇൻറ്റു S+1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -1 ഓൾ സ്ക്വയർ ഈ ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ -1 ഓൾ സ്ക്വയർ ഇൻറ്റു എങ്ങനെ എഴുതാൻ പറ്റും? S SC2 എന്ന് എഴുതാം അല്ലേ? -SC2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു -SC2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? -S-1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? S ഇൻറ്റു S+1 ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ അതന്നെ ആയിരിക്കും രണ്ടാമത്തെ വരുന്നത്, S ഇൻറ്റു S+1 ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? -1 ഓൾ റേസ് ടു 2 -SC2 എന്ന് എഴുതാം.
അങ്ങനെ നമ്മൾ ഈ ഓരോ ടേമിനെയും റീപ്ലേസ് ചെയ്യാണ്. എസിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? -1 ഇൻറ്റു -SE1. രണ്ടാമത്തെ ഇതിനെയും കൊടുക്കുക. അങ്ങനെ എല്ലാത്തിനെയും മാറ്റി എഴുതുക. ജസ്റ്റ് ബൈനോമിയൽ എക്സ്പാൻഷനിലേക്ക് മാറ്റി എഴുതിയെന്നുള്ളൂ. ദാറ്റ് ഈസ് Pn of x is equal to f of xn plus -1 ഇൻറ്റു -SC1 അല്ലേ, ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് തന്നെ അവിടെ ഉണ്ടായിരുന്നു, പ്ലസ് അതുപോലെ -1² ഇൻറ്റു -SC2 എന്ന് എഴുതാം. ഓക്കെ, ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, പ്ലസ് എക്സെട്ര, പ്ലസ് അങ്ങനെ ലാസ്റ്റ് ടേം എന്താ വരിക? -1n ഇൻറ്റു -SEn ഡെൽറ്റ റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ. അതായത് നമുക്ക് കിട്ടിയിരുന്ന എസ്സിനെ നമ്മൾ ഇങ്ങനെ എഴുതി, s ഇൻറ്റു s + 1/2 ഫാക്ടോറിയലിനെ ഇങ്ങനെ എഴുതി, ലാസ്റ്റ് ടേമിനെ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മേഷൻ്റെ കൊടുക്കുക അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് സിഗ്മ k = 1 to n -1 ഇൻറ്റു SCK -SCK ഡെൽറ്റ റേസ് ടു k ഇൻറ്റു എഫ് ഓഫ് എക്സ് കെ അല്ലേ. ഇതാണ് ഈ ലാസ്റ്റ് കിട്ടുന്ന ഫോർമുലനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പ്രോബ്ലം ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അല്ലേ അത് തന്നെയാണ്. അതായത് ബാക്ക്വേർഡിൽ ഇട്ടിട്ട് നമ്മൾ SH യൂസ് ചെയ്തിരുന്നില്ല, ആ ഫോർമുല തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ബാക്ക്വേർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലം ചോദിക്കുക ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ നിങ്ങളോട് ഇവിടെ x0, x1, x2 എക്സെട്ര x5 വരെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഫംഗ്ഷനിൽ അല്ലേ ഇതിൻ്റെ അതായത് x0 ഈ ആദ്യ ഭാഗത്ത് അതായത് x0ൻ്റെയും x1ൻ്റെയും ഇടയിലുള്ള ഒരു പോയിൻ്റാണ് xk എന്ന് തന്നിട്ടുണ്ട്. ഈ xkന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ ചോദിച്ചതെങ്കിൽ, തുടക്കത്തിൽ ഉള്ള ഈ 2 പോയിൻറ്റിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ആണ് ചെക്ക് ചെയ്യാൻ ചോദിച്ചതെങ്കിൽ, ഇപ്പോൾ ഇത് 1.3 ഇത് 1.7 ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ 1.5 ആണ് ചെക്ക് ചെയ്യാൻ ചോദിച്ചതെങ്കിൽ നിങ്ങൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇവിടെ ലാസ്റ്റ് വരുന്ന വാല്യൂ ഇപ്പോൾ ഇവിടെ 2.3യും 2.5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന പോയിൻ്റാണ് 2.4 അല്ലേ. അതായത് ഈ ലാസ്റ്റിൽ വരുന്ന നമ്പറിൻ്റെ ഇടയിൽ വരുന്ന ഒരു നമ്പറാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളതെങ്കിൽ 2.4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ബാക്ക്വേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഫോർവേഡിലാവുമ്പോൾ ഇങ്ങനെ അല്ലേ ആ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, എഫ് ഓഫ് x0 x1 അങ്ങനെ ഇങ്ങനെയാണ് പോയിരുന്നത്. ഫോർവേഡിലാവുമ്പോൾ ഈ ഒരു ഓർഡറിൽ എഫ് ഓഫ് x0 x1, എഫ് ഓഫ് x0 x1 x2, എഫ് ഓഫ് x0 x1 x2 x3 അങ്ങനെ പോകും അല്ലേ. ബാക്ക്വേർഡിലാവുമ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ നിന്നാണ് എടുക്കുക. എഫ് ഓഫ് xn, എഫ് ഓഫ് xn xn -1 xn -2, എഫ് ഓഫ് xn -1 അല്ലേ, എഫ് ഓഫ് xn xn -1 xn -2 xn -3 അങ്ങനെ നോക്കും. ഓക്കെ, പ്രോബ്ലം ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ.